ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 6 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയുടെ പകുതി അളവിൽ പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് 2 ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കിന്നോട് കൂടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ മസാല തേച്ച് കൊടുക്കാം. ബാക്കിയുള്ള മസാലയോട് ചേർത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നല്ല പോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഞാനിവിടെ എയർ ഫ്രയറിൻ്റെ ട്രേ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഓണാക്കിയിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ട്രേ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഓണാക്കി കൊടുക്കാം. എന്നിട്ടൊരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് പുറത്തെടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം 180 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് നമ്മൾ വച്ചിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ അൽഫാം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക.